ട്രാൻസ്ലേറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സയൻസ് ടോയ് ആണ്. ടെൻസെഗ്രിറ്റി ടേബിൾ എന്നാണ് ഇതിൻ്റെ പേര്. കണ്ടോ, ഇതൊരു ടേബിളാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ടേബിൾ പോലെ തോന്നുന്ന ഒരു സയൻസ് ടോയ് ആണ്. അപ്പോൾ ഈ ടേബിളിന് രണ്ട് പാർട്ടുണ്ട്. ഒരു ടോപ്പ് പാർട്ടും ഉണ്ട്, അതുപോലെ തന്നെ അടിയിലൊരു ബോട്ടം പാർട്ടും ഉണ്ട്. ഈ രണ്ട് പാർട്ടും തമ്മിൽ കംപ്ലീറ്റ്ലി കണക്ട് ചെയ്തിരിക്കുന്നത് നൂല് മാത്രം ഉപയോഗിച്ചിട്ടാണ്. കണ്ടോ, ഇതിൻ്റെ ടേബിൾ ടോപ്പ് ഒരു ട്രയാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ അതിൻ്റെ മൂന്നറ്റത്തും 3 നൂല്, പിന്നെ സെൻറ്ററിൽ വേറൊരു നൂല്, അങ്ങനെ മൊത്തം 4 നൂല് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, നൂല് മാത്രം ഉപയോഗിച്ചിട്ട് ഒരു ടേബിളിൻ്റെ ടോപ്പ് പാർട്ടും ബോട്ടം പാർട്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഭാരമുള്ളൊരു വസ്തു ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് താഴെ പോവില്ലേ. പക്ഷേ ഇതങ്ങനെ താഴെ പോവാതെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു ടേബിളാണ്. അതാണ് ഇതിൻ്റെ അകത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടോ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യാം, അതുപോലെ അമർത്തി കഴിഞ്ഞാൽ ചെറുതായിട്ട് താഴോട്ട് പോവും, അതുപോലെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്യാം, ഇതുപോലെ സൈഡിലോട്ട് ചരിച്ചു വയ്ക്കാം. കണ്ടോ, എങ്ങനെയൊക്കെ ആയാലും ഇത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റും വെക്കാം. അത്യാവശ്യം നല്ലൊരു വെയിറ്റ് തന്നെ താങ്ങാനുള്ള ശക്തിയും ഈ ടേബിളിനുണ്ട്. ടെൻസെഗ്രിറ്റി ടേബിൾ എന്ന് ഇതിന് പേര് വരാനുള്ള കാരണം ടെൻഷണൽ ഇൻറ്റഗ്രിറ്റി എന്നുള്ള വാക്കിൽ നിന്നാണ്. അപ്പോൾ ടെൻസെഗ്രിറ്റി ടേബിളിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഏത് വസ്തുവിനും നമുക്ക് 2 രീതിയിൽ നമുക്ക് സ്ട്രെസ് കൊടുക്കാം. സ്ട്രെസ് കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഒരു രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു വസ്തു ഉണ്ടെങ്കിൽ അതിനെ 2 സൈഡിൽ നിന്ന് പിടിച്ച് അമർത്തി ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്ട്രെസ് ചെയ്യുന്നതിനെ നമ്മൾ കംപ്രസീവ് സ്ട്രെസ് എന്നാണ് പറയുന്നത്. ഇനി വേറൊരു സ്ട്രെസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ 2 സൈഡിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് വലിക്കാം. അങ്ങനെ വലിക്കുന്നതിന് നമ്മൾ ടെൻസൈൽ സ്ട്രെസ് എന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമതൊരു സ്ട്രെസ് കൂടെ ഉണ്ട്, ഷിയർ സ്ട്രെസ്. അതിനെപ്പറ്റി നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രധാനമായിട്ട് 2 രീതിയിലുള്ള സ്ട്രെസ് ആണുള്ളത്. ഒന്ന് കംപ്രസീവ് സ്ട്രെസ്, അതായത് പിടിച്ചമർത്തുക, അതുപോലെ ടെൻസൈൽ സ്ട്രെസ്, പിടിച്ച് വലിക്കുക. അപ്പോൾ നമ്മൾ ഈ കംപ്രസീവ് സ്ട്രെസ്സും അതുപോലെ ടെൻസൈൽ സ്ട്രെസ്സും കൊടുക്കുമ്പോൾ പല മെറ്റീരിയൽസും പല രീതിയിലാണ് ബിഹേവ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇതെൻ്റെ കയ്യിലുള്ള ഒരു അയൺ ബ്ലോക്കാണ്, ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്ലോക്കാണ്. ഇതിന് നമ്മൾ സാധാരണ രീതിയിൽ ഒരു കംപ്രസീവ് സ്ട്രെസ് കൊടുത്താലോ അതുപോലെ ഒരു ടെൻസൈൽ സ്ട്രെസ് കൊടുത്താലോ ഇതിന് പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഒന്നുമില്ല. കാരണം അത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. ഈ 2 സ്ട്രെസ്സിലും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെയുള്ള മെറ്റീരിയൽസോട് നമുക്ക് ടേബിൾ ഉണ്ടാക്കാം, അതുപോലെ ഒരുപാട് സിവിൽ സ്ട്രക്ചേഴ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി വേറെ ചില മെറ്റീരിയൽസ്, ഫോർ എക്സാമ്പിൾ നൂല്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കംപ്രസീവ് സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, അത് വളഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ടെൻസൈൽ സ്ട്രെസ്, അതായത് നമ്മൾ വലിക്കാനാണ് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇത് റിയാക്ട് ചെയ്യും. അങ്ങനെയുള്ള ചില മെറ്റീരിയൽസ് ഉണ്ട്. ഇനി വേറെ ചില മെറ്റീരിയൽസ് ഉണ്ട്, അതിനെ നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. പക്ഷെ എത്ര അമർത്തി കഴിഞ്ഞാലും ചിലപ്പോൾ അതിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല. അതിനൊരു എക്സാമ്പിളാണ് കോൺക്രീറ്റ്. അപ്പോൾ ഈ കംപ്രസീവ് സ്ട്രെസ്സും അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെസ്സും കൊടുക്കുമ്പോൾ പല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഈ നൂലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് ടെൻസൈൽ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. പക്ഷേ കംപ്രസീവ് സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വളഞ്ഞു പോകും. പക്ഷേ ഇങ്ങനെയുള്ളൊരു സാധനം കൊണ്ട് നമുക്കൊരു ടേബിൾ ഉണ്ടാക്കാൻ പറ്റുമോ? ടേബിളിൻ്റെ കാലുകൾക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു കംപ്രസീവ് സ്ട്രെസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവാണ്. കാരണം അതിനകത്ത് മുകളിൽ വെയിറ്റ് വരുമ്പോൾ ഒരു കംപ്രസീവ് സ്ട്രെസ്സാണ്. കണ്ടോ, ഇങ്ങനെ ഒരു കംപ്രഷനാണ് ഈ ടേബിളിലോട്ട് വരുന്നത്. അപ്പോൾ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് ആ ടേബിളിൽ വേണമെങ്കിൽ ഒരു കംപ്രസീവ് സ്ട്രെസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് വേണം ആ ടേബിൾ ഉണ്ടാക്കാൻ. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കംപ്രസീവ് സ്ട്രെസ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഈ ടേബിളിൻ്റെ കാലുകൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. കണ്ടോ, ഇനി ഈ ടേബിളിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ടേബിളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 നൂലുകൊണ്ടാണ് ഇതിൻ്റെ ടോപ്പും ബോട്ടവും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 എണ്ണം എന്ന് പറയുന്നത് ഇതിൻ്റെ 3 അറ്റത്തായിട്ടും പിന്നെ ഒരെണ്ണം മിഡിലായിട്ടും. അപ്പോൾ ഇതിലത്തെ ഈ അറ്റത്തുള്ള 3 എണ്ണം അത് ഇതിൻ്റെ ടെൻസൈൽ, അതായത് ഈ ടേബിളിലോട്ടുള്ള ടെൻസൈൽ ഫോഴ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 നൂല് വെച്ചിരിക്കുന്നത്. അതായത് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെ പിടിച്ച് വലിക്കുക, അതായത് തള്ളുകയല്ല, ഇതുപോലെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഈ നൂലൊക്കെ സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ടോ. അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 നൂല് ഇവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ കംപ്രഷൻ, അതായത് ഈ ടേബിളിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വന്നു കഴിഞ്ഞാൽ ആ കംപ്രസീവ് ഫോഴ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന നൂല് എന്ന് പറയുന്നത് ഇതിൻ്റെ നടുവിലുള്ള നൂലാണ്. അപ്പോൾ ഈ കംപ്രസീവ് ഫോഴ്സ് എങ്ങനെ ഈ ടേബിൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ടേബിൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ടേബിളിൻ്റെ ടോപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു ഹുക്ക് പോലെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോട്ടത്തിൽ നിന്ന് ഒരു ഹുക്ക് പോലെ മുകളിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഫക്റ്റീവ്ലി നിങ്ങൾ കംപ്രഷൻ കൊടുക്കുമ്പോൾ ഈ നൂലിലോട്ട് വരുന്നത് അതിൻ്റെ ഒരു റിവേഴ്സൽ ഫോഴ്സാണ്. അതായത് നിങ്ങളൊരു കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിനെ
റിവേഴ്സ് ചെയ്ത് അതിനെ ഒരു ടെൻസൈൽ ഫോഴ്സാക്കി മാറ്റിയിട്ടാണ് ഈ നൂലിലോട്ട് വരുന്നത്. അപ്പോൾ കംപ്രസീവ് സ്ട്രെസ്സിനെ ടെൻസൈൽ സ്ട്രെസ്സായിട്ട് റിവേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 കമ്പി ഉപയോഗിച്ചിട്ടുള്ള ഹുക്കുകളാണ്. അപ്പോൾ ഞാൻ ഈ ഹുക്കിൻ്റെ 2 അറ്റത്തായിട്ട് നമ്മുടെ കയ്യിലുള്ള നൂല് കെട്ടാം. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള നൂല് ഈ 2 ഹുക്കിൻ്റെയും 2 അറ്റത്തായിട്ട് കെട്ടിയിരിക്കുകയാണ്. ഇനി ഞാൻ ഈ ഹുക്കിനെ രണ്ടും ഇതുപോലെ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ തള്ളാനാണ് നോക്കുന്നത്, അതായത് ഒരു കംപ്രസീവ് ഫോഴ്സാണ് കൊടുക്കാൻ നോക്കുന്നത്. പക്ഷേ ഈ യു ഷേപ്പ് കാരണം കൊണ്ട് അത് റിവേഴ്സ് ചെയ്ത് നൂലിലോട്ട് എത്തുമ്പോഴേക്കും അതൊരു ടെൻസൈൽ ഫോഴ്സായിട്ട് മാറും. അപ്പോൾ കണ്ടോ, ഞാൻ ഇപ്പോൾ തള്ളാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിത് തള്ളാൻ പറ്റില്ല. അപ്പോൾ നൂലിന് കംപ്രസീവ് ഫോഴ്സ് താങ്ങാനായിട്ട് പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിലാണ് നൂല് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്രസീവ് ഫോഴ്സ് കൊടുത്താലും അത് റിവേഴ്സ് ചെയ്ത് ടെൻസൈൽ ഫോഴ്സായി മാറുന്നതുകൊണ്ട് നൂലിനെ അത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ കംപ്ലീറ്റ് സിസ്റ്റം ഒരു കംപ്രസീവ് ഫോഴ്സിനെ വിസ്റ്റാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നേരെ മറിച്ച് ഇപ്പം ഞാൻ വലിക്കാനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നൂലിലോട്ട് വരുന്നത് ഒരു കംപ്രസീവ് സ്ട്രെസ്സാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ലാതെ വലിക്കാൻ പറ്റും. പക്ഷെ തള്ളാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കത് തള്ളാൻ പറ്റില്ല. നേരത്തെ ഹുക്ക് വെച്ച് കണ്ട അതേ ആക്ഷൻ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു യു ഷേപ്പിലുള്ള ഒരു ഹുക്ക് ഉണ്ട് ഈ ടോപ്പ് പാർട്ടിൻ്റെ. അതുപോലെ തന്നെ ബോട്ടം പാർട്ടിൻ്റെ ഒരു ഹുക്ക് ഇവിടെയും ഇതിനെ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ നൂലിലോട്ട് എത്തുന്നത് ഒരു റിവേഴ്സ് ചെയ്തിട്ട് ഒരു ടെൻസൈൽ ഫോഴ്സാണ്. അതുകൊണ്ടാണ് കംപ്രസീവ് ഫോഴ്സ് ഈ ടേബിളിന് നമുക്ക് താങ്ങാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഇനി ചെയ്യുന്നത് ഈ നടുവിലുള്ള നൂല് കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ എന്താണ് ഈ ടേബിളിന് സംഭവിക്കുക നമുക്ക് നോക്കാം. ഉണ്ടോ? അപ്പോൾ നടുവിലുള്ള നൂല് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ കംപ്രസീവ് ഫോഴ്സിനെ താങ്ങാനുള്ള ആ ശക്തി ഈ ടേബിളിന് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ തന്നെ വലിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിലോട്ട് വരുന്നത് കംപ്രസീവ് ഫോഴ്സാണ്. അതുകൊണ്ട് ആ നൂലിനെ വലിക്കാൻ നോക്കുമ്പോൾ യാതൊരു ആക്ഷനും ഇല്ല. പക്ഷെ ബാക്കിയുള്ള 3 നൂലുകൾ നമ്മൾ വലിക്കാൻ നോക്കുമ്പോൾ ആ ടെൻസൈൽ ഫോഴ്സിനെ വിസ്റ്റാൻഡ് ചെയ്യും. അതുപോലെ കംപ്രസ് ചെയ്യുമ്പോൾ ഈ നടുവിലെ നൂലും അതിനെ വിസ്റ്റാൻഡ് ചെയ്യും. അതുകൊണ്ട് ഏത് രീതിയിലുള്ള ഫോഴ്സ് കൊടുത്താലും ഈ ടേബിളിന് അത് താങ്ങാനായിട്ട് പറ്റും. അതുകൊണ്ട് നമുക്കിതൊരു സാധാരണ ടേബിൾ പോലെ തന്നെ യൂസ് ചെയ്യാം. പക്ഷെ സാധാരണ ടേബിളിൻ്റെ അത്രയ്ക്കുള്ള ഒരു ഭാരമൊന്നും ഈ ടേബിളിന് താങ്ങാൻ പറ്റില്ല. പക്ഷേ ഇതൊരു ഫാൻസി പ്രോഡക്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലൊരു ടെൻസൈൽ ടേബിൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് ഒരു കിറ്റ് പോലെ വാങ്ങിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ അത് അസംബിൾ ചെയ്ത് സ്വന്തമായിട്ടൊരു ടെൻസൈൽ ടേബിൾ ഉണ്ടാക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അത് 3D പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഈ 2 ഓപ്ഷനായി കഴിഞ്ഞാലും ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ബ്ലാങ്ക് സ്ലേറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായ മറ്റൊരു വീഡിയോയുമായി ബ്ലാങ്ക് സ്ലേറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.